പുരാവസ്തു ഗവേഷണം ബൈബിളിൽ സ്ഥിരീകരിച്ചിരുന്ന മണ്ണൊഴിയ നഗരങ്ങൾക്കും പുരാതന അവശിഷ്ടങ്ങൾക്കും ബൈബിള് സത്യമാണോന്ന് നമ്മോട് പറയാൻ കഴിയുമോ? 2 നൂറ്റാണ്ടിലേറെയായി പുരാവസ്തു ഗവേഷകർ ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന വാർഡുകളിൽ പര്യവേഷണം നടത്തി വരുന്നു. വീണ്ടും വീണ്ടും അവരുടെ കണ്ടെത്തലുകൾ തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആളുകളെയും സ്ഥലങ്ങളെയും ആചാരങ്ങളെയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിരൂപകരെ ഒരിക്കലെ പല ബൈബിൾ വിവരങ്ങളെയും കെട്ടുകഥകളെ തള്ളിക്കളഞ്ഞിരുന്നു. എങ്കിലും ഉത്ഖനനങ്ങളിലൂടെ ജെറീക്കോ, ഹാസോർ, ജെറുസലേം തുടങ്ങിയ നഗരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ശിലാലിഖിതങ്ങള് ദാവീദ് രാജാവ്, ഹിസ്കിയാവ്, ഓമുറി, പൊന്തിയോസ് പീലാത്തോസ് എന്നിവരുൾപ്പെടെയുള്ള ചരിത്രപുരുഷന്മാരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പുരാതന മുദ്രകള്, സ്മാരകങ്ങള്, നാണയങ്ങള്, ശിലാലിഖിതങ്ങള് എന്നിവയും ബൈബിളിൽ വിവരിക്കുന്നത് പോലെ ഇസ്രായേൽ, യഹൂദ, ഈജിപ്ത്, അസീറിയ, ബാബിലോൺ, പേർഷ്യ, റോം തുടങ്ങിയ രാജ്യങ്ങളെ സാധൂകരിക്കുന്നു. കൊട്ടാരാവശിഷ്ടങ്ങള്, നഗര കവാടങ്ങള്, ജലതുരങ്കങ്ങള്, പ്രതിരോധ മതിലുകള്, ബൈബിളിലെ ലോകവുമായി പൊരുത്തപ്പെടുന്ന നിത്യജീവിതത്തിലെ വസ്തുക്കള് എന്നിവ പുരാവസ്തു ഗവേഷണം തരപ്പെടുത്തിയിട്ടുണ്ട്. ഈ കണ്ടെത്തലുകൾ തിരുവെഴുത്തുകൾക്ക് ശ്രദ്ധേയമായ ഒരു ചരിത്രപരമായ പശ്ചാത്തലം നൽകുന്നു. ബൈബിളിലെ എല്ലാ സംഭവങ്ങളും പുരാവസ്തു ഗവേഷണം തെളിയിക്കുന്നുണ്ടോ? ഇല്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള എല്ലാ വ്യക്തികളെയും സംഭവങ്ങളെയും പുരാവസ്തു ഗവേഷണത്തിന് വീണ്ടെടുക്കാൻ കഴിയില്ല. എന്നാൽ ഇതിന് പല ചരിത്രപരമായ വിശദാംശങ്ങളെയും പരിശോധിക്കാൻ സാധിക്കും. കൂടാതെ പലതവണ വിശദാംശങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. ബൈബിള് കെത്തരത്തിലുള്ള പുസ്തകം തന്നെയാണ്. ഇവ യഥാർത്ഥ ചരിത്രത്തിലും യഥാർത്ഥ സ്ഥലങ്ങളിലും യഥാർത്ഥ ആളുകളിലും അധിഷ്ഠിതാണ്. യേശു പ്രഖ്യാപിച്ചു, നിന്റെ വചനം സത്യമാടുന്നു. ഓരോ പ്രധാന പുരാവസ്തു ബന്ധത്തിലും ചരിത്രപരമായ ചിത്രത്തിലേക്ക് മറ്റൊരു കഷ്ണം കൂടി ചേർക്കുന്നു. തിരുവെഴുത്തുകളിലുള്ള വിശ്വാസത്തെ ദുർബലപ്പെടുത്തുന്നതിന് പകരം പുരാവസ്തു ഗവേഷണം അതിനെ ആവർത്തിച്ച് ശക്തിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പുരാതന ലോകത്തെ കല്ലുകൾ ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. അവയുടെ സാക്ഷ്യം ബൈബിളിന്റെ ചരിത്രപരമായ വിശ്വാസ്യതയെ പിന്തുണയ്ക്കുന്നത് തുടരുന്നു. സത്യത്തിന് തെളിവുകളെ ഭയപ്പെടാനൊന്നും ഇല്ലാത്തതിനാൽ ബൈബിള് സത്യസന്ധമായ അന്വേഷണത്തെ ക്ഷണിക്കുന്നു.